നമസ്കാരം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയണോ? അവർ നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയതാണെങ്കിലും അതല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ഒഴിഞ്ഞു പോയവരാണെങ്കിലും ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? അതോ ചിന്തിക്കുന്നുണ്ടോ? മറ്റ് വ്യക്തികളുമായിട്ട് വല്ല ബന്ധത്തിലേക്ക് പോയോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ആ കാര്യങ്ങൾ നോക്കി കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് വീഡിയോയിൽ മൊത്തത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും കൂടി ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തിപരമായിട്ട് അത് നോക്കിയാൽ തന്നെയാണ് ഓരോ വ്യക്തിക്കും എന്താണ് അവരുടെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ വ്യക്തി ഇപ്പം നിങ്ങളുടെ ഓർമ്മയിലാണോ അതോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുന്നോ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. തുടക്കത്തിൽ ഒരുപാട് സ്നേഹത്തിൽ നിന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അകന്നകന്ന് പോകും. അത് പല ഉദ്ദേശങ്ങളോട് കൂടിയിട്ടായിരിക്കും അതിലൊരു വ്യക്തി പ്രണയത്തിലേക്ക് വരുന്നത്. അത് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ സംഭവിക്കുന്ന പ്രശ്നം. അപ്പോൾ ആ വ്യക്തി മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ആ വ്യക്തി അതിൽ നിന്ന് പിന്മാറാൻ തുടങ്ങും. അത് ആദ്യമൊക്കെ മെസ്സേജിന് റിപ്ലൈ ഇല്ലാതെയും കോള് വിളിച്ചാൽ അതിന് മറുപടി ഇല്ലാതെയും ഒക്കെ ആയിരിക്കും. പിന്നെ ചോദിക്കുമ്പോൾ തിരക്കാണ്, ഞാൻ ഇപ്പോൾ ബിസിയാണ് എന്നുള്ള വാക്കുകളായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലും സംസാരിക്കലും പണ്ടൊക്കെ ഒരുപാട് സമയമുണ്ടായിരുന്നു, ഇപ്പോൾ സമയമില്ല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കിലേക്ക് പോയി ആ വഴക്ക് കൂടിക്കൂടി വരും ഓരോ ദിവസവും. അത് ഇന്ന് അകൽച്ചയിലേക്ക് പോകും. അപ്പോൾ ആത്മാർത്ഥമായി അതിൽ സ്നേഹിച്ച വ്യക്തിക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കര ഡിപ്രഷൻ, ജോലിയിലോ മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ ജീവിതം തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരും. എല്ലാം താറുമാറായി നമ്മുടെ ലൈഫ് നിത്യവും ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇവരുടെ മനസ്സിൽ എന്താണ് ചിന്ത എന്ന് മനസ്സിലാക്കി അതിലേക്ക് മുന്നിട്ടിറങ്ങിയിട്ട് കാര്യമുണ്ടോ ഇനി എന്നുള്ളതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുമായിട്ട് വേണമെങ്കിൽ നന്നായിട്ട് പോകാനും കഴിയും. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക. നന്ദി, നമസ്കാരം.